അമ്പിയാക്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചു. ആ അമ്പിയാക്കളിൽ അവസാനത്തവനാണ് ഖാതിമുൻ നബിയ്യിൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഹബീബായ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ ഖുർആന്റെ ബയാനായിട്ട് ഹയാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ വിശദീകരണമാണ് തങ്ങളുടെ ജീവിതം. ആ ജീവിതം നേരിൽ കണ്ട് അവിടുത്തെ സകല ഹറകാത്ത് സകനാത്തുകൾ, ചലനങ്ങളും നിശ്ചലനങ്ങളും ജീവിതത്തിൽ വേണ്ടുവോളം ഉൾക്കൊണ്ട് പഠിച്ച് പ്രാവർത്തികമാക്കിയ അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ. ആ ശിഷ്യന്മാരെ മഹത്വം അവിടെ നിന്ന് അറിയിച്ചു. അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും. അങ്ങനെയുള്ള മഹാന്മാരായ അസ്ഹാബിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും ദീനി ഉലൂമുകളും അഹ്കാമുകളും മനസ്സിലാക്കിയ അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആദം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കളായ ബഹറുൽ ഉലൂമുകളായ സച്ചരിതരായ മുജ്തഹിദുകളായ പണ്ഡിത മഹത്തുക്കളിലൂടെ, പരിശുദ്ധ ഖുർആന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമായിലൂടെ, ഷാഫി മദ്ഹബിൽ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫി തങ്ങൾ ഉൾപ്പെടെ ഇമാം നബവി തങ്ങളിലൂടെ ഒക്കെ നമ്മുടെ പൂർവകാല ആരിഫീങ്ങളിലൂടെ, ഔലിയാക്കളിലൂടെ, മുത്തഖീകളായ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനമാണ്, പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനമാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു ഒരു പുതിയ ആശയങ്ങളിലും ഒരു പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ അഹ്ലുസ് സുന്നയുടെ ആലിമീങ്ങളുടെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ച് നമുക്ക് അല്ലാഹു നൽകിയത് മുഴുവനും നമ്മുടെ ആയുസ്, നമുക്ക് അല്ലാഹു നൽകിയ സമ്പത്ത്, അങ്ങനെ നൽകിയ മുഴുവൻ നിഅമത്തുകളും റബ്ബിന്റെ പൊരുത്തത്തിൽ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, ദീനിന് വേണ്ടി സമർപ്പിക്കാൻ എല്ലാവരും ഈ പരിശുദ്ധ മജ്‌ലിസിൽ പ്രതിജ്ഞ ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ഇന്ന് വ്യാപകമായി ഇസ്ലാമിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല അപവാദ പ്രചാരങ്ങളും, തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ, വർഗീയതയുടെ വിഷയങ്ങൾ, അത്തരം വിഷയങ്ങളിൽ ഒരൊറ്റ മുസ്ലിം ചെറുപ്പക്കാരനും നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും ഒരു തീവ്രവാദ, ഭീകരവാദ, വർഗീയ വിഷയങ്ങളിലും മുസ്ലിം ചെറുപ്പക്കാർ മെമ്പർമാരാകരുത്, അതിൽ ഇടപെടരുത്. അത് ഇസ്ലാമിന് അന്യമാണ്, അത് ഖുർആന് വിരുദ്ധമാണ്, അത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതിന് എതിരാണ്, അത് ഈ ദീനിന് നാശം വരുത്തുന്ന, കോട്ടം വരുത്തുന്ന, പരിശുദ്ധ ദീനിന് ചീത്തപ്പേരുണ്ടാക്കുന്ന അത്തരം അപകടകരമായ വിഷയങ്ങളിൽ നിന്ന് മുസ്ലിം സമൂഹം മാറി നിൽക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ഒരു കാരണവശാലും വർഷങ്ങളായി നമ്മുടെ മജ്‌ലിസ് ഇവിടെ തുടങ്ങിയിട്ട് നമ്മുടെ മജ്‌ലിസുകളിൽ, സുന്നത്ത് ജമാഅത്തിന്റെ മജ്‌ലിസുകളിൽ ഉലമാഇന്റെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ച് എത്തിപ്പെടുന്ന സകല വിശ്വാസികൾ അല്ലാഹു പൊരുത്തപ്പെടാത്ത ഞാൻ വളരെ ശക്തമായിട്ട് പറയാറുണ്ട്. ബായാറ് സ്വലാത്തിലും മൂന്നാംകൽ സ്വലാത്തിലും ഉൾപ്പെടെ നമ്മുടെ എല്ലാ സ്വലാത്തുകളിലും മജ്‌ലിസുകളിലും വളരെ ശക്തമായിട്ട് പറയാറുണ്ട്. ആണും പെണ്ണും ഇടകലരുന്ന നിലയ്ക്ക് പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്ത, വിശുദ്ധ ശരീഅത്ത് അനുവദിക്കാത്ത, അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലയ്ക്കുള്ള വേഷവിധാനത്തോടെയും ചിന്തയോടെയും പ്രവർത്തനത്തിന് വേണ്ടിയും ഒരൊറ്റ പെണ്ണും ആണും ബായാറ് സ്വലാത്ത് ഉൾപ്പെടെ നമ്മുടെ മജ്‌ലിസുകളിലേക്ക് വരാൻ പാടില്ല. ഈ മജ്‌ലിസിന്റെ ബഹുമാനത്തിന് കോട്ടം വരുത്തുന്ന പ്രവർത്തനങ്ങളുമായി ആരെങ്കിലും മജ്‌ലിസിൽ എത്തിപ്പെട്ടാൽ അത് നിങ്ങൾക്ക് വലിയ പ്രയാസകരമായിരിക്കും എന്ന് എല്ലാ മജ്‌ലിസുകളിലും വളരെ ശക്തമായിട്ട്
പറയാറുണ്ട്. ഇന്നും ഒന്നുകൂടെ പറയുകയാണ്, ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക്, അള്ള പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ഒരു ജീവിത രീതിയോടെ, പ്രവർത്തനത്തോടെ, ചിന്തയോടെ, വേഷവിധാനത്തോടെ ഒരൊറ്റ ആളും ഈ മജ്‌ലിസിലേക്ക് വരേണ്ടതില്ല. അതോടുകൂടി പറയുന്നു, നിസ്കാരം ഖളാ ആകുമെന്ന അവസ്ഥ ഉണ്ടെങ്കിൽ, ഈ മജ്‌ലിസ് കാരണം നിസ്കാരം ഖളാ ആകുമെന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അവരും ഈ സദസ്സിലേക്ക് വരണ്ട. ഇത് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസാണ്. അവിടുത്തെ നിയന്ത്രണമുള്ള, അവിടുത്തെ തിരുനോട്ടമുള്ള മജ്‌ലിസാണ്. അതുകൊണ്ട് അവിടെ നിന്ന് പൊരുത്തപ്പെടാത്ത ഒരു വിഷയവും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ, ഈ വർഷത്തെ റമദാൻ കഴിഞ്ഞതിന്റെ ശേഷമുള്ള ആദ്യത്തെ സ്വലാത്ത് മജ്‌ലിസിലാണ് ഇന്ന് നാം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. റമദാനിൽ നേടിയെടുത്ത തഖ്വ, റമദാൻ പൂർത്തിയായി ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായതോടെ പലവരിൽ നിന്നും ചോർന്നുപോയോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് പലവരുടെയും ജീവിതമുള്ളത്. അള്ളാഹു പൊരുത്തപ്പെടാത്ത വാക്ക്, അള്ളാഹു പൊരുത്തപ്പെടാത്ത നോട്ടം, അള്ളാഹു പൊരുത്തപ്പെടാത്ത കേൾവി, അള്ളാഹു പൊരുത്തപ്പെടാത്തത് കുടിക്കുകയും കഴിക്കുകയും ധരിക്കുകയും യാത്ര ചെയ്യുകയും താമസിക്കുകയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുസ്ലിമീങ്ങൾക്ക് പറ്റൂല. ഗൈബത്ത്, നമീമത്ത് ഉൾപ്പെടെ അല്ലാഹുവിന്റെ ദീനിന്റെ നടുന്തൂണുകളെന്ന് ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയ സുന്നത്ത് ജമാഅത്തിന്റെ അമ്പിയാക്കളുടെ അനന്തരക്കാരെന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ ആലിമീങ്ങളവരെ ചീത്ത പറയാനും നിസാരപ്പെടുത്താനും അവഹേളിക്കാനും വാട്സപ്പുകളും ഫേസ്ബുക്കുകളും സോഷ്യൽ മീഡിയകളും ഉൾപ്പെടെ ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് ദീനിന്റെ അഹലുകാരായ സാദാത്തുക്കളെ, ആലിമീങ്ങളെ ബഹുമാനം കുറക്കുന്ന വളരെ വേദനാജനകമായ അവസ്ഥയിലാണ് നമ്മുടെ ജീവിതമുള്ളത്. ഇത് അവസാന കാലഘട്ടമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ, മുൻകാല മഹാന്മാരെ ആക്ഷേപിക്കുന്ന അവസ്ഥ, അള്ളാഹു ആദരിച്ചവർക്കുള്ള ആദരവിനെ ഇടിച്ചു താഴ്ത്താൻ, അള്ളാഹു ആദരിച്ച വിഷയങ്ങളെ അനാദരിക്കാൻ വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ കണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവിതം അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്കാകുമ്പോൾ അത് നമ്മുടെ ആഖിറത്തിനെ ബാധിക്കും എന്നത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, കള്ളന്റെ, കഞ്ചാവിന്റെ, ഹാൻസിന്റെ, പാൻപരാഗിന്റെ മധു തിന്നുകൊണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവസ്ഥ നിങ്ങൾ നിർത്തൽ ചെയ്യണം. മുസ്ലിം പെൺകുട്ടികളോട് പറയുന്നു, നിങ്ങൾ അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്കുള്ള അവിഹിത ബന്ധങ്ങളും ഹറാമായ സ്നേഹങ്ങളും സിനയുടെ ജീവിത രീതിയും പരിഷ്കാരികളായ സിനിമ നടിമാരുടെയും സീരിയൽ നടിമാരുടെയും ഒക്കെ വേഷവിധാനങ്ങൾ അനുഗമിച്ചുകൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ജീവിത രീതി സ്റ്റോപ്പ് ചെയ്യാൻ ഈ മജ്‌ലിസിൽ പ്രതിജ്ഞ ചെയ്യുക. മൊബൈലിന് ദുരുപയോഗം നടത്തുന്ന, അല്ലാഹു പൊരുത്തപ്പെടാത്ത ഹറാമായ അന്യ സ്ത്രീ പുരുഷ ബന്ധം, സ്നേഹം ഏത് രൂപേണയാണെങ്കിലും അത് മുഴുവനും വ്യഭിചാരമാണെന്നും വ്യഭിചാരിയിൽ നിന്ന് ഈമാൻ അല്ലാഹു നഷ്ടപ്പെടുത്തുമെന്നും ഈമാനില്ലാത്തവരിൽ നിന്ന് അഅ്മാലുകൾ മഖ്ബൂലല്ല എന്നും മഹാന്മാര് പഠിപ്പിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വലാത്ത് നേരത്തെ നിർത്തേണ്ടതുകൊണ്ട് ഞാൻ ഇന്ന് കാര്യമായിട്ട് പറയാതെ അടുത്ത സ്വലാത്ത് ആഗസ്റ്റ് മാസം 19-ാം തീയതി, ആഗസ്റ്റ് മാസം 19-ാം തീയതിയാണ് ബയാറ് സ്വലാത്ത് അടുത്ത മാസം എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. ഇനി നമ്മുടെ എല്ലാ മജ്‌ലിസുകളും ഏകദേശം 10-11 മണി ആകുമ്പോഴേക്ക് അവസാനിപ്പിക്കും. അതുകൊണ്ട് മഗ്‌രിബ് നിസ്കാരത്തിന് തന്നെ ഈ മജ്‌ലിസിലേക്ക് എല്ലാവരും എത്തിപ്പെടാൻ ശ്രദ്ധിക്കുകയും, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ മജ്‌ലിസ് ആരംഭിച്ചു 10-10:30 മണിയാകുമ്പോഴേക്ക് നമ്മുടെ മജ്‌ലിസ് പൂർത്തിയാക്കും. ഇനിയുള്ള മജ്‌ലിസുകൾ അങ്ങനെയായിരിക്കും എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി ഈ മജ്‌ലിസിൽ എത്തിപ്പെട്ട ഒരുപാട് ആലിമീങ്ങൾ, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, ഷെയ്ഖുനാ ഉസ്താദ് അബ്ബാസ് ഉസ്താദ് അടക്കം, BS അഹ്മദ് കുഞ്ഞി ഫൈദി ഉസ്താദ്, ബഹുമാനപ്പെട്ട പള്ളങ്കോട് പാത്തൂർ തഖാഫി അടക്കമുള്ള ഒരുപാട് ആളുകൾ, നമ്മുടെ ഹിദായയിലെ
പ്രിൻസിപ്പൽ, പാലാഴിയിലെ ഉസ്താദ് അടക്കം നമ്മുടെ ഗൾഫ് ബയാർ മുജമ്മഅന്റെ കമ്മിറ്റി ഭാരവാഹികൾ, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ, നമ്മുടെ കൊല്ലം സിദ്ദീഖ് മിസ്ബാഹി ഉൾപ്പെടെയുള്ള മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ഒരുപാട്, ഇബ്രാഹിം മുസ്ലിയാർ കറുപ്പാടി ഉൾപ്പെടെ, നമ്മുടെ കന്യാല അബ്ദുള്ള ഹാജി ഉൾപ്പെടെ ഒരുപാട് പ്രവാസികളായ പ്രിയപ്പെട്ട ആളുകൾ ഈ മജ്‌ലിസിലുണ്ട്. മുഴുവൻ ആളുകൾക്കും നമ്മുടെ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള, മലപ്പുറം ജില്ലയിലുള്ള, മറ്റു വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ള, കർണാടക ഉൾപ്പെടെയുള്ള അഹ്ലുസുന്നയുടെ നേതാക്കൾ നമ്മുടെ ഈ മജ്‌ലിസിലുണ്ട്. മുഴുവൻ ആളുകൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ ഖബൂലാക്കണം റഹ്മാനെ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അവസാനം ഞങ്ങളുടെ മജ്‌ലിസുകൾ എല്ലാം നീ ഖബൂലാക്കി ഞങ്ങൾക്ക് അവസാന സമയം നിന്റെ ഹബീബിനെ കാണിക്കുമ്പോൾ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായിട്ട് പിരിയാൻ, കലിമത്തു തൗഹീദ് ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് ഖബൂലാക്കി തരണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം.